പരാതിക്കാരൻ ശ്രീ പ്രസാദ് കുഴിക്കാല ചേരുന്നു. ശ്രീ പ്രസാദ് കുഴിക്കാല, ഇപ്പൊ ഈ കേസിൽ ഇത് എന്താണ്, ഇത് എഴുതിയ ആൾക്കെതിരെ, പാടിയ ആൾക്കെതിരെ, ഇത് പാടി നടന്ന ആളുകൾക്കെതിരെ ഒക്കെ നടപടി വേണം എന്നാണോ നിങ്ങളുടെ സംഘടനയുടെ ആവശ്യം? പ്രസാദ് കുഴിക്കാല, നമ്മുടെ ആവശ്യം എന്ന് പറയുന്നതല്ല, ഈ പാട്ടിൽ നിന്നുള്ള അയ്യപ്പനും ശാസ്താവും ഒഴിവാക്കണമെന്ന് മാത്രമേ എന്റെ ആവശ്യമുള്ളൂ. അതിനകത്ത് ഒരു കാരണവശാലും അത് പാടില്ല. എന്റെ വിശ്വാസത്തെ അണിക്കുന്നതായതുകൊണ്ട് എനിക്ക് അതങ്ങനെ തന്നെ ഉറച്ചു നിന്ന് തന്നെ ആ കാര്യത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നു. പാട്ട് ഏതുമാകട്ടെ, അതിനകത്ത് ഏത് വരിയും ഉപയോഗിച്ചോട്ടെ, പക്ഷെ ശാസ്താവെന്നും അയ്യപ്പനെന്നും ഉപയോഗിക്കുന്നത് മാത്രം കൊണ്ടുപോയിട്ട് മാറ്റിവിട്ട. നേരത്തെ ഉള്ള ഒരു പാട്ട് കഴിഞ്ഞ കുറച്ചു മുമ്പ് ഒരു ചാനലിൽ പാടിയിരുന്നു. അപ്പൊ അതിനകത്ത് പറഞ്ഞു പയ്യപ്പോ, അയ്യപ്പോ എന്ന് തോന്നിപ്പോവും, പയ്യപ്പോ എന്നാണ് അതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പാട്ട് പാടട്ടെ. അയ്യപ്പ എന്ന് പറഞ്ഞും ശാസ്താവ് എന്ന് പറഞ്ഞും പാടുന്നത് അത് ഞങ്ങൾക്ക് മാനസികമായി വളരെയധികം വേദന ഉണ്ടാക്കുന്നതാണ്. അത് ഒരുപാട് ഭക്തർ ആ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് പ്രതികരണം തന്നെ വരുന്നുണ്ട്. പിന്നെ ഒരുപറ്റം ആൾക്കാർ അതിനെ പല രീതിയിൽ അതിന് മോശമായ രീതിയിലും അല്ലാത്ത രീതിയിലും ഒക്കെ അതിനെ പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ അത് നെല്ലിക്കാ പോണക്ക, ഇപ്പൊ അത് കഴിക്കും, പക്ഷെ നാളെ അത് മതിരിക്കും. അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ ശബരിമല വിഷയത്തിൽ യുവതീ പ്രവേശനം തൊട്ട് എല്ലാ കാര്യങ്ങളും ആദ്യമേ എന്ന് പ്രതികരിച്ച ഒരാളാണ് ഞാൻ. കാരണം പ്രസാദ്, പക്ഷേ ഇപ്പോഴാണോ താങ്കൾ ഈ പാട്ട് കേട്ടത്? ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണോ? നേരത്തെ കേട്ടിട്ടില്ലേ പ്രസാദ്? അതെ, അല്ല, ഇതിനകത്ത് ഈ വിഷയം വന്നത് നമ്മൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു പാട്ടായിരുന്നു. പക്ഷേ അത് ബഹുമാനപ്പെട്ട MP-മാർ അത് പാർലമെന്റിന്റെ മുന്നിൽ കൊണ്ടുപോയി ഈ പാട്ട് പാടി അവതരിപ്പിച്ചപ്പോൾ അത് ലോക രാജ്യത്തിരിക്കുന്നവർ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഒതുങ്ങിത്തീരേണ്ട ഒരു സാധാരണ സ്ഥലത്ത് ഒതുങ്ങിത്തീരേണ്ട ആ പാട്ടിനെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് അയ്യപ്പനെ അവഹേളിക്കുന്ന രീതിയിലേക്ക് കേരളത്തിൽ പാടിയാൽ അല്ല, കേരളത്തിൽ പാടിയാലെന്നുള്ളതല്ല, കേരളത്തിൽ അത്രയും നമ്മുടെ ശ്രദ്ധയിലേക്കൊക്കെ എന്ന് പറയുന്നത്, ഞാൻ രാഷ്ട്രീയപരമായിട്ട് ഒരു പാർട്ടിക്ക് വോട്ട് പിടിക്കാൻ നടന്ന ഒരാളല്ല. അപ്പം രാഷ്ട്രീയപരമായിട്ട് എന്നെ സംബന്ധിച്ച് അത് ആര് മുതലാക്കുന്നു അത് എന്നെ സംബന്ധിച്ച് ഒരു വിഷയമേ അല്ല. പക്ഷെ ഇത് അയ്യപ്പ എന്നുള്ള ഒരു വികാരം ഞാൻ ചോദിച്ചത്, ഇത് തെരഞ്ഞെടുപ്പ് റിസൾട്ട്, ഇത് പ്രചരണകാലത്തുടനീളം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സജീവമായി പാടിക്കേട്ട ഒരു പാരഡി ഗാനമായിരുന്നു അത്. അപ്പോൾ അത് താങ്കൾ ആ സമയത്ത് കേട്ടിരുന്നില്ലേ? അല്ല, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു സമയത്ത് മാത്രമേ ഇത് ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഒരു പ്രാവശ്യമേ ആ പാട്ട് കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ അത് വന്നപ്പോൾ, ഈ പാർലമെന്റ് വിഷയം വന്നപ്പോൾ ഇത് വ്യാപകമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കുന്നുണ്ടെങ്കിൽ അത് മാത്രമായിരുന്നു മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതിന് തടയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതേ രീതിയിൽ ഇത് ചെയ്തില്ല എങ്കിൽ, നാളെ ഇതേ രീതിയിൽ പല സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അയ്യപ്പനെ പേര് ചേർത്ത് ഇനിയും കൊണ്ടുവരും. ഇന്ന് പരാതി ഇല്ലാത്തവർക്ക് അന്ന് പരാതിയുമായിട്ട് വരുന്ന ഉടനെ ആ ചോദ്യം വീണ്ടും ചോദിക്കും, അന്നെന്തേ നിങ്ങൾക്ക് ഇത് വന്നപ്പോൾ അത് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം വരും. അതല്ല വിഷയം. ഭഗവാൻ എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലായാലും ലോകത്ത് മുഴുവനായാലും ശബരിമല ഭഗവാൻ എന്ന് പറയുന്ന ഒരു വികാരമാണ്. അത് നമുക്ക് യുവതീ പ്രവേശനം സംഭവം അറിയാം. പാട്ട് എന്തുകൊണ്ട് ഇത്ര പോപ്പുലറായി എന്ന് അങ്ങേക്ക് ഒരു ധാരണയുണ്ടോ പ്രസാദ് കുഴിക്കൽ? കാര്യം ഇത് അത്രത്തോളം വലിയ ഈ പറയുന്ന കേരളത്തിന്റെ ഞാൻ പറയുന്നത് ഏതെങ്കിലും ഹൈന്ദവ വിശ്വാസികളുടെ മാത്രമല്ല, കേരളത്തിന്റെ പൊതുമതേതര സൈക്കിനെ അത്രത്തോളം ആഴത്തിൽ മുറിവേൽപ്പിച്ച ഒരു വിഷയമാണ് ശബരിമല. ബാക്കി എവിടത്തെയും പോലെയല്ല. ശബരിമല നമുക്ക് അത്രത്തോളം അഭിമാന സംഭവമാണ്. അവിടെ ഉണ്ടായ ഒരു പ്രശ്നം അത്രത്തോളം നമ്മുടെയൊക്കെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ പാട്ടിന്റെ ഭംഗി കൊണ്ടോ ആ പാട്ടിന്റെ ഈണം കൊണ്ടോ മാത്രമല്ല അതെല്ലാവരും പാടിയത്. ശ്രീ പ്രസാദ് കുഴിക്കാല, ഞാനൊരു കാര്യം പറയാം. ഞാൻ അതിനകത്തോട്ട് ഒരു കാര്യം കൂടെ ശ്രദ്ധപ്പെടുത്താം. ഈ സ്വർണ്ണപ്പാളി കൊള്ള നടക്കുന്ന സമയത്തുള്ള ചാനൽ ചർച്ചയിലായിട്ട് ഞാനാണ് ഈ കൊടിമരത്തിന്റെ മുകളിലിരിക്കുന്ന വാജി വാഹനം തട്ടിക്കൊണ്ട് പോയ കഥ ഞാനാണ് പുറം ലോകത്ത് കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്ന് ചർച്ച ചെയ്തു. അതുപോലെ തന്നെ ഇർഡിയം അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി സ്വർണം പൂശാൻ വന്ന കഥ നമ്മൾ ഇത് തുറന്ന് പറയുവാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ സംഭവങ്ങളെ പല കാര്യങ്ങളും നമുക്കറിയാം എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. പക്ഷെ അവിടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു വലിയ കടന്നുകയറ്റം അവിടെ ഉണ്ട്. നമുക്ക് തന്നെ അറിയാമല്ലോ, LDF വെച്ചിട്ടുള്ള ഒരു പ്രസിഡന്റും ഒരു കമ്മീഷണറും, അത് വീണ്ടും അദ്ദേഹം പ്രസിഡന്റ് ആയത്, 2 പേര് ഇപ്പം സിമന്റ് തറയിൽ കിടന്നുറങ്ങുവാണ്. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ പ്രായമായിരിക്കുവാണ്, ഞങ്ങൾക്ക് എവിടുന്ന് മോചനം വേണമെന്ന്. അതിന് മോചനം വേണമെന്നുണ്ടെങ്കിൽ അയ്യപ്പന്റെ മുന്നിൽ ഈ പണി കാണിച്ചിട്ടായിരുന്നു അവിടെ പോയി കിടക്കേണ്ടി വന്നത്. അപ്പൊ ആ മോഷണത്തിനകത്ത് ഏറ്റവും വലിയ തെറ്റാണ്. അതിനെ നഖശികാന്തം നമ്മൾ എതിർക്കും. അവിടുത്തെ എന്ത് സാധനം അടിച്ചുകൊണ്ട് പോകുന്നതിനെയും നമ്മൾ അങ്ങേയറ്റം നമ്മൾ എതിർക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അതിനുവേണ്ടി തന്നെ നിലയുറപ്പിച്ച് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അതുപോലെ തന്നെയാണ് അയ്യപ്പന്റെ തിരുവാഭരണം കടന്നു പോകുന്ന ഒരു പാത 83 കിലോമീറ്റർ, അത് മുഴുവൻ 37 വർഷമായിട്ട് കൂടെ നിന്ന് ഹൈക്കോടതി കൊണ്ടുപോയി വിധി ഉണ്ടാക്കി ഒഴിപ്പിക്കാൻ ഓർഡർ വാങ്ങിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ അയ്യപ്പൻ എന്ന് പറയുന്ന ആ ഒരു ഭഗവാൻ എന്ന് പറയുന്നത് എന്റെ എല്ലാമാണ്. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഇത് രാഷ്ട്രീയപരമായിട്ട് മുതലെടുക്കാതിരിക്കോ എന്തും ആയിക്കോട്ടെ, അവർ പാട്ട് പാടിക്കോട്ടെ. ഞാൻ ഒരിക്കലും ഈ പാരഡി ഗാനത്തിനെതിരല്ല.
അയ്യപ്പനെന്ന് ശാസ്താവെന്നുള്ള കാര്യം അവർ ഒഴിവാക്കിയിട്ട് അവർ എന്ത് പാടുന്നതിനും എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്രശ്നവുമില്ല. അത് തന്നെയാണ് നമ്മുടെ മനസ്സിലിരിക്കുന്നത്. പ്രസക്തമൊന്നുമല്ല എങ്കിലും നാട്ടിൽ ഈ അങ്ങയുടെ ജ്യേഷ്ഠൻ CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, ഇക്കുറിയും CPM സ്ഥാനാർത്ഥിയെ മത്സരിച്ചു നോക്കിക്കുന്നു, ഉള്ളതാണോ അത്? ഇത് പിന്നെ ആശ്മി, ഞാൻ വേറെ എന്റെ ഒറ്റ വീട്ടിൽ താമസിക്കുന്ന, ഞാൻ കുടുംബത്തിൽ താമസിക്കുന്ന ഒരാളല്ല. എന്റെ അനുജനാണ്, അയാൾ റാന്നി പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് സ്വതന്ത്രനായിട്ട് വന്ന ഒരാളാണ്. അയാൾക്ക് പാർട്ടി സപ്പോർട്ട് ചെയ്തു. അതിന് എന്നെ സംബന്ധിച്ച് പറയുന്നുണ്ട്, എനിക്ക് എന്റെ ഒരു വിശ്വാസം എനിക്ക് വർഷങ്ങളായിട്ടുണ്ട്. ആ വിശ്വാസത്തിൽ നിന്ന് ഇതുവരെ വ്യതിചലിക്കാത്ത ഒരാളാണ് ഞാൻ. അത് ആരെന്റെ നേർക്ക് നേരെ വന്ന് എന്നോട് പേഴ്സണലി സംസാരിക്കാമെന്നുണ്ടെങ്കിൽ അതൊക്കെ തെളിയിച്ചു കൊടുക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. അത് ഞാൻ തെളിയിച്ചു കൊടുത്തോളാം, അതിനകത്ത് കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഒരിക്കലും CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ ഇന്നു വരെ തഴുകിയിട്ടില്ലാത്ത ഒരാളാണ്. ഇന്നുമില്ല, നാളെയുമില്ല, എന്റെ മരണം വരെ ആ പ്രസ്ഥാനത്തെ ഞാൻ തഴുകത്തുമില്ല. അതിൽ കൂടുതൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരേണ്ട കാര്യമില്ലല്ലോ. അയ്യോ, അതൊക്കെ താങ്കളുടെ വ്യക്തിപരമായ കാര്യമാണ്. ശരി, ഞാൻ കേട്ടൊരു കാര്യം ചോദിച്ചു എന്നുള്ളത്, ഞാൻ കൊടുത്ത ഒരു പരാതിയെ CPM അത് മുതലാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചർച്ചക്കാരല്ല, ചാനൽ പ്രവർത്തകർ വന്നെന്നേ അറിയുന്ന. ഇങ്ങനെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന ഞങ്ങളുടെ പഴയ MLA രാജീവ് എബ്രഹാം ഇതിനെതിരെ പ്രതികരിച്ചു, അതിനെ പരാതിയെ അനുകൂലിച്ചു. അത് ശരിയായോണ്ട് താങ്കളുടെ പരാതി CPM മുതലെടുത്തിട്ടുണ്ടോ പ്രസാദ്? അത് അവര് മുതലെടുത്തിട്ടുണ്ടാവും. അവർക്ക് അതിന് മുതലെടുപ്പുണ്ടോ ഇല്ലയെന്നുള്ള എനിക്ക് അതിനകത്തൊരു വിഷയമേ അല്ല. കാരണം ഞാൻ മിനിഞ്ഞാന്ന് പാർലമെന്റിൽ ഈ വിഷയം ഉണ്ടായപ്പോൾ മുതലാണ് ഞാൻ ഈ വിഷയത്തിൽ ഇടപെട്ട് അതിന്റെ തെളിവുകളെല്ലാം ശേഖരിച്ചത്. എന്നിട്ട് ഇന്നലെ രാവിലെ 10 മണിക്ക് ഞാൻ നമ്മുടെ മാധ്യമ പ്രവർത്തകർക്കാണ് ഈ പരാതി അയച്ചതിന്റെ ആദ്യത്തെ കോപ്പി ഇട്ട് കൊടുക്കുന്നത്. ഈ പറയുന്ന രാജീവ് എബ്രഹാമിന്റെ പ്രതികരണം 2:30 2 2:30 എനിക്കറിയില്ല. ഞാൻ മാധ്യമപ്രവർത്തകർ കണ്ടിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ ആ വിഷയം അറിയുന്നത് തന്നെ. അല്ലാതെ ഞാൻ ഒരാളുടെ വക്താവായിട്ട് നിൽക്കുന്ന ഒരാളുമല്ല. അതിനെതിരെ നമ്മൾ ശക്തമായി നിലപാടെടുക്കും. സ്വർണ്ണക്കൊള്ളക്കെതിരെ അതിന് ഈ തെളിവുകൾ ഏതൊക്കെ കൊടുക്കാൻ കഴിയുമോ അത് കൊടുക്കുന്ന കൂട്ടത്തിലാണ്. അതിനെ ശക്തമായി എതിർക്കുന്ന ഒരാളാണ്. അതിന് പൂർണ്ണമായി ഈ കള്ളന്മാരെ മുഴുവൻ പുറത്തു കൊണ്ടുവന്നേ പറ്റൂ എന്നുള്ള ഒരു നിലപാടും എനിക്കുണ്ട്. ഓക്കെ, പ്രസാദ് കുഴിക്കാലയാണ് ഇതിലെ പരാതിക്കാരൻ സംസാരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.